കേരളത്തെ പൂർണ്ണമായും തഴയുന്ന ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേരളത്തിന് ദീർഘകാല ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിച്ച കേന്ദ്ര ബജറ്റ് വയനാട് ദുരന്തബാധിതർക്കായി ₹1 പോലും മാറ്റിവെച്ചില്ല. എയിംസ്, പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കം കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യങ്ങളോട് മുഖം തിരിച്ച കേന്ദ്ര ബജറ്റ് ഒരു പരിഗണനയും കേരളത്തിന് നൽകിയതുമില്ല. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോഴാണ് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും മുഖം തിരിച്ചത്. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അവഗണിച്ചു. പ്രധാനമന്ത്രി എത്തി പിന്തുണ പ്രഖ്യാപിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയ മുണ്ടക്കൈ ചൂരൽമലയ്ക്കായി പ്രത്യേക പാക്കേജ് നൽകണമെന്ന ആവശ്യവും തള്ളിക്കളഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിനായി സഹായ പദ്ധതി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം അനുവദിച്ചില്ല. റെയിൽവേയുടെ കാര്യത്തിലും അവഗണന മാത്രമാണ് ഉണ്ടായത്. ബജറ്റിൽ കേരളമെന്ന പേര് ഉച്ചരിക്കാതിരിക്കാൻ ധനമന്ത്രി പ്രത്യേകം ശ്രദ്ധിച്ചുവെന്ന് പറയേണ്ടി വരും. മോഡി ഗവൺമെൻറ്, മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ബഡ്ജറ്റാണ് ഇത്. വാസ്തവത്തിൽ ആ ബഡ്ജറ്റ് വരുമ്പോഴേക്കും അവരുടെ നേരത്തെയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെ കാണിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടുമുള്ള സമീപനം തുല്യ നിലയിൽ തന്നെ ആ സമീപനം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്ത സ്ഥലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇതിന്ന് കാണുന്നത്. കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് 73,000 കോടി രൂപയായിരുന്നു. എന്നാൽ ലഭിച്ചത് 33,000 കോടി മാത്രം. ബീഹാറിൽ താമരവിത്തിനായി പ്രത്യേക ബോർഡ് രൂപീകരിച്ച കേന്ദ്രമന്ത്രി പക്ഷേ കേരളത്തിലെ റബ്ബർ കർഷകരെ മറന്നു. കശുവണ്ടി, കയറടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചു. മലയോര മേഖലയിൽ വന്യമൃഗശല്യം ഒഴിവാക്കാനും മരിച്ചവർക്ക് സഹായം നൽകുന്നതിനും കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടതാണ് കേരളം. എന്നാൽ അതും അവഗണിക്കപ്പെട്ടു. ഇക്കുറി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ കുറിച്ച് മിണ്ടുന്നില്ല. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. കേരളത്തെ മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളെ അവഗണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടനയെ തന്നെ പരിപൂർണമായിട്ടും അവഗണിച്ച ഒരു ബജറ്റാണ്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ പാടെ അവഗണിക്കുന്ന സമീപനമാണ് ഈ ബജറ്റിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വീകരിച്ചത്. ബീഹാർ, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കോടാനുകോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ധനമന്ത്രി ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.